എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ രാവിലെ ഞാൻ പ്രമോ വിശേഷം ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുൾ വിശേഷം വന്നു കഴിയുമ്പോഴത്തേനും ആ സമയത്തിന് അപ്ലോഡ് ചെയ്യാന്ന്. കാരണം ഇന്നൊക്കെ ആണെങ്കിലും വളരെ ലേറ്റ് ആയിട്ട് തന്നെയാണ് ഫുൾ വിശേഷം വന്ന കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് ആദർശ നയനയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കനക വരുന്നത്. നയനയും ആദർശയും കണ്ട ഭയങ്കര സന്തോഷമായി. ആഹാ, നിങ്ങൾ ഇവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടെന്ന് പറയണ. അല്ല അമ്മ എന്താ? അത് പിന്നെ ഞാനേ നന്ദി പറയാൻ വേണ്ടി വന്ന ദേവിയോട്. എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ. ഇന്നലെ ആണെങ്കിൽ അഭിമോനും മോളും നവ്യമോളും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവര് വീട്ടിലേക്ക് വരണമെന്നും അവർ സന്തോഷകരമായിട്ട് ജീവിക്കണമെന്നും പറഞ്ഞ് കുറേ നേർച്ചകളും വഴിപാടുകളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടി വന്നാ. ഇനിയിപ്പോ ഒരാഗ്രഹം കൂടെ ഉള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടണം. ഇതേ ആദർശ് മോനും മോളും നവ്യമോളും അഭിമോനും എല്ലാവരും കൂടെ ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടണം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, അത് പിന്നീട് ഒരിക്കലും ആകാമേന്ന് പറയണേ. എന്ത് പറ്റും മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? അത് പിന്നെ ആദർശേന്റെ അമ്മ ഹോസ്പിറ്റലാന്ന് പറയണു. ഹോസ്പിറ്റലോ? അതെ, അമ്മ അറിഞ്ഞില്ലേന്ന് ചോദിക്കും. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അത് പിന്നെ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. പാലിനകത്ത് വിഷം ഉള്ളിൽ ചെന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞാൽ കനക പറഞ്ഞു, ആരാ മോളെ ഈ ചതി ചെയ്തേന്ന് ചോദിക്കുക. ആരാന്ന് അറിയില്ലമ്മേ. കനകയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നയന പറഞ്ഞു, അത് ഇപ്പൊ കുഴപ്പമില്ല, എന്നാലും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാന്ന് പറയണം. ദൈവമേ, എത്രയും പെട്ടെന്ന് സുഖമായാൽ മതിയായിരുന്നു. ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കനയ്ക്ക്. തന്റെ രണ്ട് മക്കളാണ് അവരുടെ മരുമോളായിട്ടും അല്ലാതൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ പിന്നീട് വലിയ പ്രശ്നത്തിലേക്കേ ചെന്ന് കലാശിക്കുള്ളൂ. അവരാണെങ്കിൽ എന്തൊരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. നായന പറഞ്ഞു, അന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടമ്മേന്ന് ചോദിക്കണം. ശരിയെന്ന് പറയണം. അങ്ങനെ കനക ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ട് എന്ന് പ്രാർത്ഥിക്കും, എൻ്റെ ഭഗവാനെ ദേവേനിച്ചേരി അസുഖങ്ങളൊക്കെ പെട്ടെന്ന് കുറയണം, ഒരാപത്തിലും പെടുത്തില്ല. എൻ്റെ മക്കൾക്കാണ് നല്ലൊരു ജീവിതം കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അബിയാണെങ്കിൽ നവ്യനെ സ്നേഹിച്ചു തുടങ്ങിയത്, അതുപോലെ തന്നെ ആദർശം നയനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഈ സമയത്ത് അവർക്കൊന്നും ഒരു ആപത്തൊന്നും വരത്തില്ലെന്നും പറഞ്ഞ് കനക പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാണ് നയനെ ആദർശം കൂടെ. അപ്പം നയനെ ആദർശനോട് പറഞ്ഞു, അല്ല അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു പറയാ. അല്ല അമ്മ എന്തൊക്കെയാ പറയുന്നേട്ടെ. അത് പിന്നെ നമ്മള് അങ്ങോട്ട് ചെല്ലുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സിറ്റുവേഷൻ ചെല്ലാൻ പറ്റില്ലോ. അത് മാത്രമല്ല അബിയുടെ സ്വഭാവം പിന്നെ മാറിയെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ ഭയങ്കര സ്നേഹമായിരുന്നു ചേച്ചിയോട്, ഇന്നായപ്പത്തിനും അവന്റെ ആ സ്വഭാവമൊക്കെ മാറിയെന്ന നവീച്ച് പറയുന്ന കേട്ടേന്ന് പറയാം. എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അബി എന്തിനോ വേണ്ടിയിട്ട് സ്നേഹം കാണിച്ച പോലെ എനിക്ക് തോന്നുന്നെന്ന് പറയാണ്. ആദർശോന് ഇനിയിപ്പോ അന്ന് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണ. എല്ലാവരും ഞാനത് പണ്ടേ കരുതിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇതൊന്ന് കഴിയട്ടെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം. അത് ചേട്ടാ ഇച്ചിരി കൂടി സ്പീഡിൽ പോകും, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാന്ന് പറയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ച് ജയൻ ഐസിയുന്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. അതിനാണ് ആദർശം നയനയും കൂടെ അങ്ങ് ചെല്ലുന്നത്. അല്ല നയനമോൾ ഇത് എവിടെ പോയായിരുന്നു? ഇവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് വേണ്ടിയിട്ട്. പറഞ്ഞിട്ട് എന്താ മോനെ കാര്യിക്കുന്നത്? എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലോ അതൊന്നും കാണാനായിട്ട് നിന്റെ അമ്മയ്ക്ക് കണ്ണില്ലല്ലോ എന്ന് പറയാണ്. ചിലർ ഒന്ന് കിട്ടിയാൽ പഠിക്കും, പക്ഷെ നിന്റെ അമ്മ അതുകൊണ്ടൊന്നും പഠിക്കുന്നില്ലോ എന്ന് പറയാണ്. അല്ല മോനി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ? അതോർത്ത് ഇനിയിപ്പോൾ അച്ഛൻ വിഷമിക്കണമെന്ന് പറയാം. അതെന്താ അച്ഛാ? അതെ, നയനയുടെ ബ്ലഡ് എ ബി നെഗറ്റീവ് വന്നു പറയണം. ആണോ? ആഹാ, അത് അത്ഭുതമായിരിക്കുന്നല്ലോ മോളെ. ഒരു വീട്ടില് ഇത് 2-3 പേർക്ക് ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ വേറെ അന്വേഷിക്കണ്ടല്ലോ അല്ലേന്ന് പറയണം. ഇല്ലച്ചാ, ഇനി വേറെ ടെസ്റ്റൊക്കെ നടത്തി വെക്കണം, കുഴപ്പമില്ലെങ്കിൽ അമ്മയുടെ കാര്യത്തിൽ ഓക്കെ എന്ന് പറയണം. എന്നാലും ഇതാ പറയുന്ന ദൈവനിയോഗം എന്ന് പറഞ്ഞ് കൃത്യമാക്കണ്ടോ? ബ്ലഡ് കൊടുക്കാനായിട്ട് ഇവള് തന്നെ വേണ്ടി വന്നില്ല, നയനമോള് തന്നെ വേണ്ടി വന്നില്ലേ? ഇതൊക്കെയാണ് ദേവേന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അവള് കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല, അവള് കൊണ്ടാലും പഠിക്കുന്നൊന്നും തോന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു, അത് ശരിയാ, അമ്മയോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ തോന്നില്ല. നയനയെ കാണത്തില്ലോ. പിന്നീട് നയന പറഞ്ഞു, നമുക്കൊന്ന് അമ്മേനെ കണ്ടു വന്നാലോ എന്ന് ചോദിക്കുക. അങ്ങനെ ഐസിനകത്തേക്ക് കയറി ചെല്ലുക. ഈ സമയം ദേവേനെ ഒന്ന് നോക്കി ആദർശനും നയനയും. പിന്നീട് നയനയുടെ മുഖത്ത് രൂക്ഷമായിട്ട് നോക്കുകയാണ്. അമ്മ എന്തിനാ അവളെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത് ചോദിക്കുകയാണ്. ദേ, നിനക്കറിയാൻ പാടില്ലേ, എനിക്ക് ഇവിടെ കാണുന്ന ഇഷ്ടമില്ല, ഇവിടെ ഇറക്കിക്കൊണ്ട് പോകാൻ പറയാണ്. അമ്മ എന്നെ നയനൊരു തെറ്റും ചെയ്തിട്ടില്ലോ, പിന്നെ എന്നെ വിഷം തന്ന് കൊല്ലാൻ നോക്കിയത് അവള്. ഞാൻ ജയേട്ടനോട് പറയുന്ന കേട്ട് വേണം ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് വരട്ടേന്ന്. അത് കേട്ട ഉടനെ ഇവിടെ പാലിനകത്ത് എന്തോ കലക്കി വെച്ചാ എനിക്കറിയാന്ന് പറയണം. ദേ അമ്മേ, അമ്മ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുന്ന് പറയണം. ദേ എൻ്റെ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിരിക്കുക, ഇതിന് കൂട്ടുണ്ടെങ്കിൽ നീ ഇവളോട് എത്രയും പെട്ടെന്ന് നീ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ. ഇപ്പോൾ ഈ മുറിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അസുഖങ്ങൾ കൂടത്തുള്ളൂ, എൻ്റെ BP ഒക്കെ ചിലപ്പോൾ കൂടിപ്പോവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളോട് ഇറങ്ങാൻ പറയുന്നു പറയണം. അവസാനം അതിന് പറഞ്ഞ് ഞാൻ പുറത്തുണ്ടാവുന്ന ആദർശേട്ടാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. ആദർശ് ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയാണ് അമ്മ കാണിക്കുന്നേ? അമ്മ സത്യാവസ്ഥകൾ അറിയാഞ്ഞിട്ടായി കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം. എന്തറിയാൻ ചില്ലാഞ്ഞിട്ട്? പിന്നെ എനിക്കിനി കൂടുതലൊന്നും അറിയണ്ട, അവള് കാരണം ഞാൻ ഈ കിടപ്പ് കിടക്കുന്ന, അവൾ ഒരിക്കലും ഞാൻ മരിച്ചാലും പൊറുക്കത്തില്ലെന്ന് പറയാണ്.
അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണേ. പിന്നെ എനിക്കെല്ലാം അറിയാന്ന് പറയണേ. അതെ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു അനാമയ്ക്ക് എ ബി നെഗറ്റീവ്. അതൊക്കെ മോൾ എന്നോടൊന്ന് പറഞ്ഞായിരുന്നു. ഉം. അല്ല, അവളെ തരാൻ തയ്യാറായില്ലോ. പിന്നെ ആര് പറഞ്ഞു? അവൾ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെല്ലുമിക്കാൻ തരാന്ന്. പിന്നെ വേറെ ആരോ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട്, അവളുടെ അച്ഛൻ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ വേണ്ട, അല്ലെങ്കിൽ വെല്ലുമിക്ക് തരാമെന്ന് പറഞ്ഞ് അവൾ നിന്ന അറിയാവുന്ന ചോദിക്കുവാണ്. ആദർശിന് മനസ്സിലായി ദേവേനെ വന്ന് കയ്യിലെടുത്തിട്ട് അനാമിക പോയെന്ന്. പിന്നെ കൂടുതൽ ആദർശൊന്നും പറയാൻ പോയില്ല. പിന്നീട് പറഞ്ഞു, എന്നാലും അവളുടെ കാര്യം ഞാൻ ഓർക്കുന്നത്. ഇപ്പം ഈ അനാമിക മോളുടെ സ്ഥാനത്ത് അവളാണെങ്കിലുണ്ടല്ലോ, അവൾ പറഞ്ഞേനും ഞാൻ തരത്തില്ല എന്ന് അമ്മയ്ക്ക്. അവൾ അങ്ങനെ പറയത്തുള്ളൂ. എനിക്കറിയാം അവളുടെ സ്വഭാവം. ഇത് കേട്ടതോ ആദർശന് അങ്ങോട്ട് നല്ല ദേഷ്യം വന്നു. അതെന്തായാലും ആവാത്ത നന്നായി, അല്ലെങ്കിൽ പിന്നെ എനിക്കും വിഷമാനോ. അല്ലെങ്കിലും അവള് തരുന്ന ചോരയും കൊണ്ട് എനിക്ക് അങ്ങനെ ജീവിക്കണ്ട എന്നൊക്കെ പറയണം. പെട്ടെന്ന് ആദർശ് അമ്മ അറിയത്തില്ലാത്ത പല സത്യങ്ങളും ഇനിയുണ്ട്. എനിക്ക് നിന്റെ വലിയ സത്യങ്ങളൊന്നും അറിയണ്ട, കൂടുതൽ പറയാനോ അറിയാനോ ഒന്നുമില്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് ആദർശ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞിട്ട് മോനെ? എന്ത് പറയാൻ, അമ്മയുടെ പതിവ് പല്ലിവ് തന്നെ. അമ്മയ്ക്ക് ഇവിടെ കണ്ടെത്താൻ കാണത്തില്ലോ. അല്ല, ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഇവിടാന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണേ. വേണ്ട, ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയും ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, അവളുടെ ബ്ലഡൊക്കെ എനിക്ക് വേണ്ടെന്നേ പറയുള്ളൂ. അത് ശരിയാ അമ്മ, അതല്ല അതിലപ്പുറം ചിലപ്പം പറഞ്ഞിരിക്കും. എനിക്ക് അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതാണല്ലോ എന്ന് ആദർശ് പറയണം. ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയ ആൾ നയനയാണ്. നയനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. താൻ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും തന്നെ മനസ്സിലാക്കാനായിട്ട് തൻ്റെ അമ്മായിമ്മയ്ക്ക് സാധിക്കുന്നില്ലോ എന്ന് ഓർത്തുകൊണ്ട് ആദർശ് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം എന്തിനാ വിഷമിക്കും, സങ്കടപ്പെടുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം വിഷമിച്ചിട്ട് എന്താ, വരാനുള്ള കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അത് ശരിയാ മോളെ, മോളുടെ മനസ്സ് എന്തെങ്കിലും ഒരിക്കൽ നിന്റെ അമ്മായിമ്മ തിരിച്ചറിയും, അന്ന് മതി, അതുവരെ കാത്തിരിക്കാം. ദേവേനിക്ക് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. ആദർശ് പറഞ്ഞു, അതെങ്ങനെയാ, അവളിവിടെ വന്നിട്ടുണ്ട് അനാമിക അകത്ത് കയറിയിട്ട് അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിട്ടാ പോയിരിക്കുന്നത്. അമ്മയ്ക്ക് അവര് പറയുന്ന വേദവാക്യം ജലജാപ്പച്ചി അനാമികയുടെ അമ്മയൊക്കെ പറയുന്ന, അതുകൊണ്ട് അവര് പറയുന്ന കേൾക്കോളെന്ന് പറയണം. എനിക്ക് സങ്കടം വന്നു. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ ഇവിടെ നിൽക്കുക, ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ഡോക്ടർ എന്നെ പറയുന്ന അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഡോക്ടറെ ക്യാബിനിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ഡോക്ടറെ ക്യാബിനിൽ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു, അതെ എൻ്റെ ഭാര്യയുടെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവാന്ന് പറയണം. ആണോ? നല്ല കാര്യമാണല്ലോ. അല്ല ഡോക്ടർ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല, ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കിയാൽ മതി, ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറയണം. വേറെ പ്രശ്നമൊന്നും കാണത്തില്ലല്ലോ. പിന്നെ 25 വയസ്സല്ലേ ഉള്ളൂ, അത് ആ സമയത്ത് ബ്ലഡ് കൊടുത്തെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. പക്ഷേ ഇത് ദേവേനെ അറിയുമ്പോൾ പ്രശ്നമൊന്നും സംശയമുണ്ടെന്ന് ജയൻ പറഞ്ഞു. അതെന്താ? അമ്മായിമ്മയ്ക്കും മരുമോളെ കണ്ണെടുത്താൽ കാണത്തില്ല, പക്ഷേങ്കിൽ ആ കുട്ടി നല്ല മിടിക്കാണല്ലോ എന്ന് പറയണം. അത് ശരി, ആദർശ് പറഞ്ഞു, വന്നപ്പോൾ തൊട്ട് നയനെയാണ് ഉറങ്ങാൻ പോലും ശരിക്കും പറ്റുന്നില്ല. അതുപോലെയാണ് അമ്മേനെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയാം. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്തുകൊണ്ടായിരിക്കുക അതെ ഇത്രയും നല്ലൊരു മരുമോളെ അമ്മായിമ്മ സ്നേഹിക്കാത്തതെന്ന് ചോദിക്കുക. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിൽ നയനെ ഇതുവരെയായിട്ട് മരുമോളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ലെന്ന് പറയാം. ചിലരിങ്ങനെ ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എത്ര അടി കിട്ടിയാലും അവർ പഠിക്കത്തില്ല, അവസാന നിമിഷം അവർ പഠിക്കുള്ളൂ എന്ന് പറയണം. അല്ല ഡോക്ടർ ക്രേവോ, നയനെ കാണാൻ ഞങ്ങൾക്കും എത്രമാത്രം നല്ല വരുമാനം മാത്രം എല്ലാ കാര്യത്തിലും, വീട്ടുജോലിയുടെ കാര്യത്തിലാണെങ്കിലും ജ്വല്ലറി കാര്യത്തിലാണെങ്കിലും, ജ്വല്ലറി കാര്യത്തിൽ കോടികളുടെ ലാഭമാണ് നയന കാരണം ഉണ്ടാക്കി തന്നെ. പക്ഷെ ഇതൊന്നും അമ്മയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അന്നെങ്കിൽ പിന്നെ അസൂയ കൊണ്ടായിരിക്കും എന്ന് പറയണേ. അതൊന്നുമല്ല, അമ്മയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് ഡോക്ടറെ, അതാന്ന് പറയണം. ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, ബ്ലഡൊക്കെ എടുത്ത് നോക്കാം. ബ്ലഡൊക്കെ എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നയനെ ബ്ലഡ് എടുക്കാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അത് ഞാൻ ശരിയെന്ന് പറയണം. ഈ സമയം അനാമയും രേവതിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീണു പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കുക. എന്ത്? അല്ല ബ്ലഡ് കൊടുത്തിട്ട് പോരാൻ പറ്റുന്നു. പിന്നെ ബ്ലഡ് കൊടുത്തു, ഇപ്പൊ ബ്ലഡ് കൊടുക്കാൻ പോലെ വേറെ പണിയൊന്നുമില്ല, ഞാൻ കൊടുക്കില്ല അച്ചാന്ന് പറയണം. മോളെ, ബ്ലഡ് കൊടുക്കുവാണെങ്കിൽ നിനക്ക് അവിടെ ഒരു പിടിച്ചുനിൽപ്പുണ്ടായിരുന്നു, ഇപ്പം നീ എന്ത് ചെയ്യും? പിന്നെ അത്രമാത്രം പിടിച്ചിപ്പൊന്നും എനിക്ക് വേണ്ട, ബ്ലഡ് കൊടുത്തിട്ടുള്ള എന്നെ കൂടെ പറ്റില്ലെന്ന് പറയണം. അത് മോളെ, ബ്ലഡ് കൊടുക്കുവാണെങ്കിൽ ആ വല്യമ്മയുടെ സ്വത്ത് മൊത്തം നിനക്ക് തട്ടിയെടുക്കാൻ മേലായിരുന്നോ? പിന്നെ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി, അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറയണം. ഇത് അങ്ങനെയൊന്നും അല്ല മോളെ, നീ പറയുന്നതിന് അവിടെ ഒരു വില കിട്ടിയാൽ നീ ബ്ലഡ് കൊടുക്കുമായിരുന്നെങ്കിൽ. രേവതിയോട് ഞാൻ ആകുന്നേ പറഞ്ഞ, പക്ഷേ എങ്കിൽ അവൾ അതിന് സമ്മതിക്കണ്ടേന്ന് ചോദിക്കുക. ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം, എന്താണെന്ന് അറിയത്തില്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേണു അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് രൂക്ഷമായിട്ട് രേവതിനെ ഒന്ന് നോക്കിയിട്ട് അനാമിക അങ്ങോട്ട് കയറി പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.